നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്പ് വില്ലിൽ നിന്നും വാക്ക് നാവിൽ നിന്നും ജീവൻ ശരീരത്തിൽ നിന്നും പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. കോപവും കൊടുങ്കാറ്റുമൊക്കെ ഒരുപോലെയാണ്. പലപ്പോഴും അത് ശമിച്ചതിന് ശേഷം മാത്രമായിരിക്കും എത്ര വലിയ നാശമാണ് വിതച്ചതെന്ന് മനസ്സിലാകുക. ലക്ഷ്മിപ്രിയയുടെ പുതിയ കഥയും തിരക്കഥയും റിലീസ് ചെയ്തതിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ചയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. 4 മാസങ്ങൾക്ക് മുൻപ് അമ്മയിലെ ഒരു അംഗത്തിൽ നിന്നും എനിക്കൊരു ഫോൺ കാൾ വരുന്നു. അൻസിബയും ലക്ഷ്മിപ്രിയയും തൃപ്പൂണിത്തറ വനിതാ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവിടെ അവർ തമ്മിൽ വലിയ വഴക്കും ബഹളവും ഒക്കെ നടക്കുകയാണെന്ന് ഞാൻ ചോദിച്ചു, എന്താണ് അതിനുള്ള കാരണം? അപ്പോൾ അയാൾ പറഞ്ഞു, ലക്ഷ്മിപ്രിയ ഗൾഫ് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ അൻസിബ ഒരു മെസ്സേജ് അയച്ചു. അവിടെ നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. അതിന്റെ ഫോട്ടോസ് ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അത് എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന്. ഇതിനിടെ ലക്ഷ്മിപ്രിയയുടെ ഫോണിന് എന്തോ കംപ്ലൈന്റ് വന്നപ്പോൾ അത് ശരിയാക്കാനെടുത്ത ഭർത്താവിന്റെ ശ്രദ്ധ ഈ മെസ്സേജ് പെടുന്നു. അത് കണ്ടപാടെ, ആ വോയിസ് മെസ്സേജ് കേട്ടപാടെ, നീ അവിടെ എന്ത് ചെയ്യാനാടി പോയതെന്ന് അലറി ചോദിച്ചുകൊണ്ട് ക്രൂരമായി തല്ലി എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഈ കേട്ട വാർത്ത സത്യമാണോ എന്നറിയാൻ ഞാൻ തൃപ്പൂണിത്തറ വനിതാ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ഇത് സത്യമാണെന്ന്. യഥാർത്ഥത്തിൽ ആ സമയത്ത് എനിക്ക് ലക്ഷ്മിപ്രിയയോട് സഹതാപമാണ് തോന്നിയത്. പിന്നീട് ഞാൻ ചെയ്ത വീഡിയോയിൽ, അതായത് 250ാമത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് ഞാൻ ഈ വിവരം സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടുപേരുടെയും പേരുകൾക്ക് അഭിമാനക്ഷതം സംഭവിക്കേണ്ട എന്ന് കരുതി പേര് ഞാൻ വെളിപ്പെടുത്തിയിരുന്നില്ല. ഇന്നിപ്പോൾ കാട്ടുതീ പോലെ പടർന്ന ഈ വിഷയം ആദ്യമായി വെളിപ്പെടുത്തിയത് ഞാനാണ്. ആ ഭാഗം ഞാനൊന്ന് കേൾപ്പിക്കാം. ഇനി ഏറ്റവും അവസാനമായി ഉടലെടുത്ത ഗൗരവമായ മറ്റൊരു സംഭവമുണ്ട്. അമ്മയുടെ ഉന്നത ഭാരവാഹിത്വം വഹിക്കുന്ന 2 സ്ത്രീകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. അത് സംഘടനയിൽ ഒതുങ്ങാതെ പോലീസ് സ്റ്റേഷൻ കയറിയ വിഷയവുമാണ്. അതിനെക്കുറിച്ച് വിശദമായി അറിയണമെങ്കിൽ തൃപ്പൂണിത്തറ ഹിൽ പാലസ് വനിതാ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അന്വേഷിച്ചാൽ മതിയാകും. സംഗതി നടന്നിട്ട് ഒരുപാട് ദിവസങ്ങളൊന്നുമായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു നടിയുടെ കുടുംബ ജീവിതത്തെ അപ്പാടെ ഉലച്ച ഒരു പ്രശ്നമായതുകൊണ്ട് എനിക്കത് ഇവിടെ പറയുന്നതിനും വിശദമായി വിവരിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കാം. ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു സ്ത്രീ മറ്റൊരു ഭാരവാഹിത്വം വഹിക്കുന്ന സ്ത്രീക്കിട്ട് വെച്ച ആറ്റം ബോംബാണത്. അവസാനം പാരപണിത ഭാരവാഹിക്ക് പോലീസ് സ്റ്റേഷനിലെത്തി മാപ്പെഴുതി വെച്ച് തടി ഉരണ്ടിയും വന്നു. ഇനി അങ്ങോട്ട് എന്തെല്ലാം കാണാനും കേൾക്കാനും കിടക്കുന്നു. ഈ എപ്പിസോഡ് കണ്ട ലക്ഷ്മിപ്രിയ എന്നെ ഫോണിൽ വിളിച്ച് ഇക്കായോട് ഈ വിവരം ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിച്ച വിവരമാണെന്ന്. അപ്പോൾ ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു, അൻസിബയോട് പറഞ്ഞു, എന്റെ ഭർത്താവ് ജയേഷിനെ വിളിച്ച് നീ അയച്ച മെസ്സേജിൽ ഒരു സത്യവുമില്ല, ഞാൻ വെറുതെ തമാശക്ക് അയച്ചതാണെന്ന് ഒന്ന് പറയണമെന്ന്. എന്റെ കുടുംബജീവിതം ഇതിന്റെ പേരിൽ ആകെ പ്രശ്നത്തിലാണ്. ഇവിടെ ഇതിന്റെ പേരിൽ വലിയ വഴക്ക് നടക്കുകയാണ്. നീ ഇത് വെറുതെ അയച്ചതാണെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അവൾ വിളിച്ചു പറയാമെന്ന് എന്നോട് പറഞ്ഞെങ്കിലും അവൾ അത് ചെയ്തില്ല. പിന്നീട് ഞാൻ വിളിക്കുമ്പോഴൊന്നും എന്റെ ഫോണും എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ പരാതിപ്പെട്ടത്. അയാൾ എന്നെ കണ്ടമാനം ഉപദ്രവിച്ചു. പട്ടിയെ തല്ലുന്ന പോലെ തല്ലി. അൻസിബ പോലീസ് സ്റ്റേഷനിൽ പരാതിയുടെ പകർപ്പും മൊഴിപ്പകർപ്പും ഒക്കെ ചോദിച്ചു. അത് നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അത് പരാതിക്കാരിക്ക് കൊടുക്കുവെന്ന് പറഞ്ഞപ്പോൾ അവൾ അവളുടെ കൂട്ടുകാരൻ മിഥിൻ ലാലിനെ വിളിച്ചു വരുത്തി അവിടെ ബഹളമുണ്ടാക്കി. എന്നാൽ കോപ്പി കൊടുക്കാത്ത സാഹചര്യത്തിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണ് അവർ പോയതെന്നാണ് ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞത്. ഈ വിഷയത്തെക്കുറിച്ച് ലക്ഷ്മിപ്രിയ എന്നോട് സംസാരിച്ചപ്പോൾ അൻസിബയെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നതിനിടയിൽ അവൾ തീവ്രവാദിയാണിക്ക എന്ന് പറയുകയും ചെയ്തു. അത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണെന്നാണ് ഞാൻ കരുതിയത്. കൂടെ കൊണ്ടു നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കുറിച്ച് അവിഹിത കഥയും കൂടെ തീവ്രവാദി എന്ന വിളി കൂടി വന്നപ്പോൾ എനിക്ക് അവരോട് തോന്നിയ ആ സഹതാപം ഇല്ലാതായി. പിന്നീട് അവർ അൻസിബയെ കുറിച്ച് ചാനലിലൂടെ പരസ്യമായി പറയുന്നത് കേട്ടു, ഇതിന്റെ പിന്നിൽ മത തീവ്രവാദ സംഘടനകൾ ഉണ്ടെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ടെന്ന്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വർഗീയത പറഞ്ഞ് മറ്റുള്ളവരെ തീവ്രവാദിയാക്കി സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇവരെ ജനം തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. ഇവരുടെ നാവും പ്രവൃത്തിയും സമൂഹത്തെ വഴിതെറ്റിക്കുന്നതാണ്. സത്യത്തിൽ അവർ കൊടുത്ത പരാതിയിൽ തന്നെ മറ്റൊരു ക്രൈം ഒളിഞ്ഞുകിടപ്പുണ്ട്. അത് അൻസിബ അയച്ച
മെസ്സേജിനേക്കാൾ ഗൗരവമേറിയതാണ്. അവർ പറയുന്നത് അവരുടെ ഭർത്താവ് അവരെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു എന്നാണ്. അവർ പറയുന്ന പ്രകാരം ഈ നിസാര പ്രശ്നത്തിന്റെ പേരിൽ അവരോട് ഇത്തരം ക്രൂരത കാട്ടിയ ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കേണ്ടതല്ലേ? ഈ ചോദ്യമാണ് അൻസിബയും ചോദിക്കുന്നത്. ഇതേ ചോദ്യം ഒരു പ്രസ് മീറ്റിൽ ലക്ഷ്മിപ്രിയയോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, അത് ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ എന്തിനാ അറിയുന്നത് എന്നാണ്. ഗാർഹിക പീഡനം നടന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ഇവർ തന്നെ പറയുന്നു, അത് നിങ്ങൾ എന്തിനാ അറിയുന്നതെന്ന്. എങ്ങനെയുണ്ട് അവരുടെ ന്യായം? പൊതുജന പിന്തുണയും താരസംഘടനയുടെ പിന്തുണയും സാംസ്കാരിക നായകന്മാരുടെ പിന്തുണയും ഒക്കെ അൻസിബയ്ക്ക് അനുകൂലമാണെന്ന് കണ്ടപ്പോൾ തീവ്രവാദവും മതപരിവർത്തന കഥകളുമൊക്കെ ഒന്ന് വിട്ടുപിടിച്ച് അവിഹിത കഥയിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ കഥാനായിക. അവിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം അവൾക്കെതിരെ ഒരു അവിഹിത കഥ പൊടിപ്പും തൊങ്ങലും വെച്ച് പടച്ചു വിടുകയാണ് ഏറ്റവും എളുപ്പം. ഇവിടെ കഥാകൃത്ത് കഥയ്ക്ക് ഒരു ഗുമ്മിന് വേണ്ടി മദ്യപാനം കൂടി അൻസിബയ്ക്ക് മേൽ ചാർത്തിക്കൊടുത്തു. ഇവിടെ ഒരു കാര്യം ഓർമ്മ വരികയാണ്. BJP നേതാവായ സന്ദീപ് വചസ്പതി ഇവരെ കുറിച്ച് പറഞ്ഞ ഒരു അഭിപ്രായം, ഇവർ പറയുന്നതൊക്കെ പച്ചക്കള്ളങ്ങളാണ്, നുണ പറയാൻ ഒട്ടും മടിയില്ലാത്ത സ്ത്രീയാണ് അവർ. ഇവർ പറയുന്നതിലൊന്നും സത്യത്തിന്റെ കണിക പോലും ഉണ്ടാകില്ല. ഇവരുടെ വായിൽ പോയി പിഴച്ചവരാരും തന്നെ ഇല്ല എന്ന്. ചിലർ പറയുന്നതൊക്കെ കാലം തെളിയിക്കുമെന്ന് പറയുന്നത് സത്യമാണ്. അതിന്ന് അക്ഷരം പ്രതി ലക്ഷ്മിപ്രിയ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അൻസിബയ്ക്കെതിരെ രചിച്ച് പടച്ചുവിട്ട ഇല്ലാ കഥയ്ക്ക് ലക്ഷ്മിപ്രിയ കണക്ക് പറയേണ്ടതായി വരും. അത്തരം ബുദ്ധിമോശമാണ്, ശരിക്കും പറഞ്ഞാൽ തോന്നിയാസമാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പാവം പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തെയാണ് നിങ്ങൾ പിച്ചു ചിന്തിയത്. മറുനാടൻ സാജൻ സ്കറിയ പോലും പറയുന്നുണ്ട്, ഇപ്രാവശ്യം ഈ വിഷയത്തിൽ ലക്ഷ്മിപ്രിയ കുടുങ്ങിയത് തന്നെയെന്ന്. കാരണം ഇവിടെ പോലീസിന് ലക്ഷ്മിപ്രിയയെ സഹായിക്കാൻ പറ്റില്ല. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം. അത്തരം ഹീനമായ പ്രവൃത്തിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ലക്ഷ്മിപ്രിയ കഥയും തിരക്കഥയും രചിച്ച ഈ കെട്ടുകഥയുടെ മുൻപിലെങ്കിലും അൻസിബയെ മുട്ടുകുത്തിക്കാമെന്നാണ് ലക്ഷ്മിപ്രിയ വിചാരിച്ചത്. കണക്ക് കൂട്ടലുകളൊക്കെ തന്നെ പിഴച്ചു പോയല്ലോ ലക്ഷ്മിപ്രിയെ. ജനം ഒന്നടങ്കം ഇന്ന് താങ്കളെ കല്ലെറിയുകയാണ്. ഇവിടെ മറ്റൊരു രസകരമായ സംഭവമുണ്ട്. ബാർ ഉദ്ഘാടനത്തിനായി വിദേശത്ത് പോയി ലക്ഷ്മിപ്രിയ മദ്യപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഫോട്ടോകളും മറ്റുമായി പലരും സോഷ്യൽ മീഡിയയിലൂടെ വന്നപ്പോൾ, ഞാൻ അങ്ങനെ ബാർ ഉദ്ഘാടനത്തിന് പോയിട്ടില്ല, ഞാൻ മദ്യപിക്കില്ല, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടുകയും ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ആളാണ് ഞാനെന്ന് പറഞ്ഞ സത്യസന്ധയായ ഇവർ പറയുന്നു, അൻസിബയ്ക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തു കുടിപ്പിച്ചതിന്റെ ബില്ല് താനാണ് കൊടുത്തതെന്ന്. അപ്പോൾ ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ട്രാപ്പിലാക്കി മദ്യം വാങ്ങിച്ചു കൊടുത്തു കുടിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ഇവർക്കല്ലാതെ മറ്റാർക്കാണ്? മദ്യസേവ കഴിഞ്ഞ് 2 മണി വരെ സംസാരിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മിപ്രിയ റൂമിൽ പോയി കുളിച്ചിട്ട് 3 മണിയായപ്പോൾ വീണ്ടും തിരിച്ചു ചെന്ന് ചെക്കിംഗ് നടത്തി പോലും. റൂമിൽ അപ്പോൾ ഉണ്ടായിരുന്ന ആളോട് ചെക്കിംഗ് ഇൻസ്പെക്ടർ ആധാർ കാർഡ് ആവശ്യപ്പെട്ടു. ഈ കഥ കേൾക്കുന്നവർക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നാം, ഇവിടെ വെള്ളമടിച്ച് കിളി പോയി ഓടി നടന്നത് ആരാണെന്ന്. നേരത്തെ അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ കൊടുത്ത കേസിൽ കഴമ്പില്ലെന്ന് കണ്ട് കേസ് അവസാനിപ്പിച്ചപ്പോൾ ആ പരാതിയിലെ ചില വാചകങ്ങൾക്കെതിരെ 10 കോടി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് ശപഥം ചെയ്ത് തന്റെ വക്കീലിന്റെ പേരും പ്രഖ്യാപിച്ചു. നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞ ആ നഷ്ടപരിഹാര കേസ് എവിടം വരെ എത്തി? അതറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ലോകത്തിൽ ഇന്ന് വരെ ആരും പറയാൻ മടിക്കുന്ന അവിഹിത കഥകൾ അൻസിബയ്ക്ക് നേരെ പടച്ചുവിട്ട ലക്ഷ്മിപ്രിയക്കെതിരെ എത്ര കോടി രൂപയ്ക്കാണ് അൻസിബ കോടതിയെ സമീപിക്കേണ്ടത്? തുക ലക്ഷ്മിപ്രിയയ്ക്ക് തന്നെ തീരുമാനിക്കാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലക്ഷ്മിപ്രിയയെ കുറിച്ച് കേട്ടാൽ ലജ്ജിച്ചു പോകുന്ന പല കഥകളും അൻസിബയ്ക്കും അറിയാം. അതൊന്നും അവരെ മോശക്കാരിയാക്കാൻ അൻസിബ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒട്ടു പറയുകയുമില്ല. ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും നിലപാടുകളെയും അവിഹിത കഥകൾ കൊണ്ടല്ല നേരിടേണ്ടത്. പുലി പതുങ്ങിയത് വെറുതെ ആയിരുന്നില്ല, അവിഹിത കഥകൾ മെനഞ്ഞെടുക്കാനായിരുന്നുവെന്ന് ഇപ്പോഴാണ് ജനങ്ങൾക്ക് ബോധ്യമായത്. ലക്ഷ്മിപ്രിയ പറഞ്ഞതുപോലെ ഇത് ജനസ് വേറെ തന്നെയാണ്. ഇത്തരം ജനസ്സുള്ളവരാരും തന്നെ ഇനി ഭൂമിയിൽ പിറക്കാതിരിക്കട്ടെ. ഇനി എന്തായാലും ഈ കഥാനായികയ്ക്ക് ഇത്തരം നുണക്കഥകൾ രചിച്ച് പ്രചരിപ്പിച്ചുകൊണ്ട് വീട്ടിലിരിക്കാം. താരസംഘടനയിലെ ആധിപത്യം ഇനി ഇവർക്കുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ലക്ഷ്മിപ്രിയയുടെ സ്വഭാവം ഒരിക്കലും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഏത് സമയവും ഏത് വിധേനയും അത് മാറാം. ഇത് പറയുവാൻ ഇതിനെ ശരിവെക്കുന്ന ഒരു സംഭവമുണ്ട്. ജനറൽ ബോഡിയുടെ അടുത്ത ദിവസം അമ്മയുടെ ഓഫീസിൽ അത് അരങ്ങേറി. നീന
നീനാക്കുറുപ്പിന് നേരെ ലക്ഷ്മിപ്രിയ പുഴുത്തു ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യം പറയുന്ന വോയിസ് ക്ലിപ്പ് കേൾക്കാത്തവർ ആരും തന്നെ ഇല്ലല്ലോ. അതേ ലക്ഷ്മിപ്രിയ തന്നെ നീനാക്കുറുപ്പിനെ അമ്മയുടെ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു. നീനാക്കുറുപ്പ് ആകെ സ്തംഭിച്ചു നിന്നുപോയി. വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാൽ ഇതാ തെളിവ് തരാം. പ്രശ്നങ്ങൾ തീരുന്നത് നല്ല കാര്യമാണ്. മനുഷ്യർ പരസ്പരം വൈരം മറന്ന് ജീവിക്കുന്നതാണ് ഉത്തമം. ഇനി അൻസിബയോടും താൻ ദേഷ്യം വന്നപ്പോൾ ചുമ്മാതെ കെട്ടിച്ചമച്ച കഥയാണെന്ന് പറഞ്ഞ് ക്ഷമ പറഞ്ഞ് ഒന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്താൽ ഒരു പക്ഷേ ആ പ്രശ്നവും അവസാനിച്ചേക്കാം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അമ്മയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പര്യവസാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.